നമസ്കാരം. രേണു സുധി എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ ഭാര്യയെക്കുറിച്ച് കുറച്ച് നാളായിട്ട് വിവരങ്ങളൊന്നുമില്ല. ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ വീട്ടമ്മ ഒരു വലിയ രോഗാവസ്ഥയിൽ കഴിയാമെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവരുടെ ചാനലിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി. അതായത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അവർക്ക് ബ്രസ്റ്റിൽ, അതായത് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാക്കൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, പെങ്ങന്മാർക്ക്, സ്ത്രീകൾക്കുള്ള ബ്രസ്റ്റിൽ ആണ് ഇവർക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർക്ക് ചികിത്സയ്ക്ക് അവരുപയോഗിക്കുന്ന മരുന്നിൻ്റെ വിലയടക്കം ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. ഈ അവസ്ഥയിലാണെങ്കിൽ പോലും വിവാദങ്ങളോട് വിട നൽകാൻ ആ പെൺകുട്ടി തയ്യാറാകത്തില്ല. ഇപ്പോഴും പരസ്പരം കിച്ചുവായാലും രേണു സുധി ആയാലും ബിഷപ്പിനെതിരെ ആയാലും ചെളി ഇങ്ങനെ വാരി എറിയുകയാണ്. തൻ്റെ അവസ്ഥ എന്തായിക്കോട്ടെ ആ അവസ്ഥയിലുള്ള ആളെ പോലെ അല്ല അവൾ പെരുമാറുന്നത്, ആ പെൺകുട്ടി പെരുമാറുന്നത്, രേണു എന്ന് പറയുന്ന പെൺകുട്ടി പെരുമാറുന്നത്. കാരണം രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും എന്താണ് അടുത്ത ട്രീറ്റ്മെന്റിന്റെ അവസ്ഥയും നമുക്കൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് വരാം. ഇഞ്ചക്ഷന്റെ വില, ഈ ഒരു ഇഞ്ചക്ഷന്റെ വില ബെസ്കോ 600 mg, ഇത് ഈ ഒരു മെഡിസിൻ. അപ്പൊ ഇതാണ് ആ വിവാദം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ആ ഒരു ഇഞ്ചക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ വിലയാ അത് 2,26,228 രൂപ. സർജറി വരുന്ന കാര്യം ഡോക്ടേഴ്സ് ഞങ്ങളോട് സംസാരിച്ചായിരുന്നു. സർജറി അവരെല്ലാം തീരുമാനിച്ച് ഇത്ര കൂടുതലായത് കൊണ്ട് ഫുള്ള് റിമൂവ് ചെയ്യണം. അതായത് ഒരു ബ്രസ്റ്റ് ഫുള്ളും റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ, സേവ് ചെയ്ത് പറ്റില്ല എന്ന്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പ്ലാസ്റ്റിക് സർജറിയും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. പുതിയത് നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കത് ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോഴും രേണു പറയുന്നത് കിച്ചു എന്ന് പറയുന്ന മകൻ, കിച്ചുവിന് എല്ലാവർക്കും അറിയാലോ, കിച്ചു എന്ന് പറഞ്ഞ മകൻ ഇതുവരെ വന്ന് കണ്ടിട്ടില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. രേണുവിന് ക്യാൻസർ തന്നെയാണ്. ആ ക്യാൻസർ വന്നിരിക്കുന്ന ഭാഗം ശരീരത്തിൻ്റെ ഈ ബ്രസ്റ്റ് എന്ന് പറഞ്ഞ അവയവമാണ്. ആ അവയവം റിമൂവ് ചെയ്യാനാണ് അവർ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അതായത് അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് ഈ ക്യാൻസർ കയറി പടരും എന്ന് ആണ് അനുമാനിക്കാൻ. കാരണം ഇതിൻ്റെയൊക്കെ അവസ്ഥ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഒരു മരുന്ന് ഉള്ളിൽ കീമോയ്ക്കോ അവർ പറയുന്നത് പ്രകാരം 2,00,000 സംതിങ് രൂപയാണ് അതിൻ്റെ ആ മരുന്നിന് തന്നെ ആകുന്നത്. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നാണ് ഇവർ ഉപയോഗിക്കുന്നത്. എത്രയും പെട്ടെന്ന് ക്ലിയറായി നന്നായി വരട്ടെ. അതിനിടയിൽ കുറേ ബിരുദന്മാർ ഇവരുടെ അടിയിൽ പോയി കമൻ്റ് എഴുതുന്നുണ്ട്. ഇവരുടെ യൂട്യൂബ് ചാനലാണ് ഇവർ വിവരങ്ങളെല്ലാം പുറത്തു വിടുന്നത്. ഞാൻ ഒരിക്കലും കയ്യിൽ ഇട്ട് പറയുന്നതല്ല. ഇവരുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വാർത്തകളും വിശിഷ്ട വിവരങ്ങളും ഇവർ നൽകുന്ന പക്ഷമാണ് നമ്മളിത് പുറത്തു വിടുന്നത്. അതിനടിയിൽ ആ പെൺകുട്ടിയുടെ വീഡിയോയുടെ അടിയിൽ പോയി കമൻ്റ് ചെയ്ത ഒരു ബിരുദൻ്റെ കമൻ്റ് നമുക്ക് കാണാം. അതായത്, നീ എന്താണോ തുറന്ന് കാണിക്കാൻ ആഗ്രഹിച്ചത് ആ കാണിച്ച ഭാഗം തന്നെ നിനക്ക് പോയത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു ഡയലോഗായിപ്പോയി. അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. അതും ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഇപ്പോൾ ഒരാൾ എന്ത് വായിക്കോട്ടെ. ഇപ്പം രേണു സുധിയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചാനലിലൂടെ തെറ്റ് ശരിയും മാത്രമേ, ശരിയാണെങ്കിൽ ശരിയെന്ന് പറയും, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും. അപ്പോൾ അവർ ചെയ്ത കുറേ കാര്യങ്ങൾ തെറ്റായിരുന്നു. ആ തെറ്റിനെ അവർ മാറ്റി നിർത്തി. ഇപ്പം വീണ്ടും അവർ രോഗാവസ്ഥയിലേക്ക് വന്നു. അവരിപ്പോൾ ഒതുങ്ങിക്കൂടുകയാണ്. അപ്പം വീണ്ടും അവരുടെ വീഡിയോയുടെ അടിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കയറി കാണാൻ സാധിക്കും. ഓരോരുത്തർ എഴുതുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ, കൊന്ന പാപം തിന്നാ തീരുമോ എന്നൊരു ചോദ്യം. അതുപോലെ, നീ തുറന്നു കാണിക്കാൻ ആഗ്രഹിച്ച നിന്റെ ശരീരഭാഗത്തിന് തന്നെ ക്യാൻസർ വന്നു, നിനക്ക് കണക്കിന് ദൈവം തന്ന ശിക്ഷയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് ഒരു രോഗം വരുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ രോഗം വരുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ, അല്ലെങ്കിൽ വണ്ടി അപകടം പോലത്തെ വലിയ സംഭവം വരുന്നത് അവർ ചെയ്ത മുൻകാലങ്ങളിൽ ചെയ്ത പാപം മൂലമാണോ? നിങ്ങൾ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഒരിക്കലുമല്ല.
അത് അവരുടെ വിധിയാണ് അല്ലെ. ഫെയ്ത്ത് എന്ന് നമ്മളൊക്കെ പറയും അല്ലെ. ഫെയ്ത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ വിധി എന്ന് പറയും. ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് അല്ലെ. ഇതൊക്കെ മുൻകൂട്ടി അങ്ങനെയാണെങ്കിൽ എത്രയോ നരാധപരന്മാരുണ്ട് ഈ നാട്ടിൽ അല്ലെ. കൊലപാതകികളുണ്ട്, അല്ലെങ്കിൽ എത്രയോ ക്രൂരന്മാരുണ്ട്. അവർക്ക് നിന്ന് വരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് ഒരു സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ ഒരു കമന്റ് എഴുതിയേക്കുന്നത്. അങ്ങനെ അവരുടെ കമന്റ് ബോക്സ് മുഴുവൻ എഴുതിയേക്കുന്നത്. കുറേ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും വെറുപ്പാണ് വാരിയെറിയുന്നത്. ചിലപ്പോൾ ആ പെൺകുട്ടി പ്രതികരിക്കുന്ന പ്രതികരണശേഷി ആ രീതിയിലാണ്. ഒരു എന്താ പറയണ്ടേ, പെട്ടി തുറന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ബെഡിൽ ഇങ്ങനെ പാരലൈസ് ആയിട്ടുള്ള തളർന്ന് കിടക്കുന്ന രോഗിയെ പോലെ കിടക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? കുറേ കമന്റോളികളും കുറേ നെഗറ്റീവ് അടിക്കുന്നവരും ഉണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താ? ആ പെൺകുട്ടി മരിച്ചു പോകണമെന്നാണോ, അതോ ആ പെൺകുട്ടി തളർന്ന് കിടക്കണമെന്നാണോ? നിങ്ങൾക്ക് തന്നെ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നത്. ഇവരുടെയൊക്കെ അടിയിൽ പോയി കമന്റ് എഴുതിയേക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ട തള്ള പെറുക്കുമല്ലെന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ നല്ലതിന് നല്ലതെന്നു പറയുക. അവർ ആ കാലഘട്ടം അവർ ഒരു തെറ്റ്, നിങ്ങൾക്ക് തോന്നിയൊരു തെറ്റ്, ആ തെറ്റിന്റെ കാലഘട്ടം അവരിൽ കഴിഞ്ഞു. ഇനി അവർക്ക് നന്നാകാനൊരു അവസരം കൊടുക്കുക. അവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് എന്താ പറയണ്ടേ, മനസ്സൊരുക്കി ചിന്തിക്കാനൊരു അവസരം കൊടുക്കും. ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ വിടാതെ വേണ്ടല്ലോ. ഒരു പറ്റം ആൾക്കാരാണ്, 3,00,000 സംതിങ് പേരാണ് അവരുടെ വീഡിയോ കണ്ടിരിക്കുന്നത്. അത് കൂടുതലാവും. എന്തിനാണ് ഈ വല്ലവൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് നമ്മൾ വിധിക്കുന്നത് അല്ലേ? ഞാനതാ ചോദിക്കുന്നത്. നമ്മുടെയൊക്കെ വല്ലവൻ്റെയും ജീവിതത്തിൽ കടന്നു ചെന്ന് അവനെ വിധിക്കാൻ നമ്മളാരാണ്? നമ്മൾ മുൻവിധി വിധിക്കുന്ന ആരാണ്? ദൈവം തന്ന ശിക്ഷ എന്നൊക്കെ പറയാൻ നമ്മളാരാണ്? നമ്മളെല്ലാം തികഞ്ഞവരാണ്. നമ്മളത് ചിന്തിച്ചാൽ മതി. നമ്മളെല്ലാം തികഞ്ഞവരാണോ? അല്ലല്ലോ. നമ്മൾ പൂർണ്ണരാണോ? ഒരിക്കലും അല്ല. അപ്പോ ഈ പൂർണ്ണരാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരു പാപിനിയായ ഒരു സ്ത്രീയെ ബൈബിളിലെ ഒരു കഥ പറയുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ വ്യഭിചാരം ചെയ്തിട്ടാണ് കൊണ്ടിരുന്നത്. അപ്പോൾ ഈ യേശോ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളായ ഞങ്ങളുടെയൊക്കെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിലാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ പാപിനിയായ സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കൊണ്ടുവന്നിട്ട് പരിസേയർ അല്ലെങ്കിൽ അവിടുത്തെ നിയമജ്ഞന്മാർ, വക്കീലന്മാർ, ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ ചോദിക്കുകയാണ്, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമം അല്ലെങ്കിൽ പഴയ നിയമം അല്ലെ, പഴയ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പഴയ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പോൾ തമ്പുരാൻ ഇങ്ങനെ ഈശോ അവളുടെ മുഖത്തോട്ടൊന്നും നോക്കിയില്ല. ഇങ്ങനെ കുറേ നേരം ആലോചിച്ചുകൊണ്ടിരുന്നു. ഈശോ ഇങ്ങനെ താവോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ഈശോ ഇങ്ങനെ ഒരു ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്താത്തവർ, ഒരിക്കലെങ്കിലും പാപം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. എനിക്ക് നിങ്ങളോട് അതായത് പറയാനുള്ളൂ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എത്രയും വേഗം ആ പെൺകുട്ടി സുഖം പ്രാപിക്കട്ടെ. അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ, ഈ യൂട്യൂബ് പോലത്തെ മാധ്യമങ്ങൾ, ഇതൊക്കെ ഒരു സമൂഹ മാധ്യമങ്ങളാണ് അല്ലേ, ഇതിലേക്ക് എടുത്തിട്ട് അലക്കാതിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ പറഞ്ഞു തീർക്കുക. അല്ലാതെ ഈ നാട്ടുകാരുടെ മുമ്പിലേക്ക്, എനിക്കതാ പറയാനുള്ളൂ, ഈ രോഗാവസ്ഥയിലും ഇതൊന്ന് യൂട്യൂബിൽ വീഡിയോ ആക്കി നിങ്ങൾ ഇതൊന്ന് കൊണ്ടുവരാതെ. അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, എൻ്റെ വീഡിയോ ശകലങ്ങളെടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്ത് കോടികളിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇതിനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. നിങ്ങൾ വന്നു പോയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ രോഗാവസ്ഥയിൽ അതിനെ റിക്കവറി ആയി തിരിച്ചു വരാൻ നോക്കാതെ വീണ്ടും മറ്റുള്ളവർ നേരെ കുതിര കയറുമ്പോൾ അവർ വീണ്ടും വീഡിയോ ചെയ്യും. അപ്പം എത്രയും വേഗം, ഞാനിനി വലിച്ചു നീട്ടിപ്പിക്കുന്നില്ല, എത്രയും വേഗം രേണുസുതി സുഖം പ്രാപിക്കട്ടെ. അതുപോലെ ഇതുപോലത്തെ വീഡിയോകൾ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നതല്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചേക്കില്ല. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയാലും തെറ്റായാണെങ്കിൽ തെറ്റെന്ന് പറയും, ശരി ശരിയാണെന്ന് പറയും. അത് വിമർശിക്കുക, അങ്ങനത്തെ ഒരു ചാനലാണ്. പറ്റിയ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.